2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളം പുതിയൊരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഭയപ്പെടുത്തുന്നതാണ്. LDF, UDF, NDA ആരധികാരത്തിൽ വന്നാലും അവർക്ക് ലഭിക്കുന്നത് ഒരു ശൂന്യമായ ഖജനാവല്ല, മറിച്ച് സാമ്പത്തിക ബാധ്യതകളുടെ ഒരു അഗ്നിപർവ്വതമാണ്. 4.8 ലക്ഷം കോടി രൂപയുടെ പൊതുകടം, കിഫ്ബിയുടെ വരാനിരിക്കുന്ന തിരിച്ചടവുകൾ, 16ാം ധനകാര്യ കമ്മീഷൻ വരുത്തിയ ഘടനാപരമായ ആഘാതം എന്നിവയ്ക്കിടയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ പുതിയ ഗ്യാരണ്ടിയും നിലവിലെ കടത്തിന്റെ ഗണിതശാസ്ത്രത്തിൽ വലിയൊരു അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത് കേവലം ഒരു ഭരണമാറ്റത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് കേരളത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പിന്റെ അതിജീവന പോരാട്ടമാണ്. പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ കുതിച്ചുയരുന്ന പൊതുകടവും സങ്കോചിക്കുന്ന റവന്യൂ വരുമാനവുമാണ്. 2025-26 കേരള സംസ്ഥാന ബജറ്റ് രേഖകളും PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് ഇന്ത്യ 2025 ഫെബ്രുവരിയിലെ വിശകലനവും പ്രകാരം സംസ്ഥാനത്തിന്റെ ധനക്കമ്മി GSDP-യുടെ 3.2%, അതായത് 45,039 കോടി രൂപയായി ലക്ഷ്യമിടുന്നു. പൊതുകടം ഏകദേശം 4.8 ലക്ഷം കോടി രൂപയും കടം GSDP അനുപാതം 34%. സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഗണ്യമായൊരു പങ്ക് കടം തിരിച്ചടയ്ക്കാനായി മാറ്റിവെക്കേണ്ടി വരുന്ന ഘടനാപരമായ ന്യൂനതയാണ് നിലവിലുള്ളത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1,14,961 കോടി രൂപ കടം തിരിച്ചടവിനായി മാറ്റിവെക്കേണ്ടതുണ്ടെന്നാണ് ബജറ്റ് കണക്കുകൾ അടിവരയിടുന്നത്. മൂലധന നിക്ഷേപത്തെക്കാൾ വായ്പാ തിരിച്ചടവിന് മുൻഗണന നൽകേണ്ടി വരുന്നത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ജനപ്രിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ അധികം ഫണ്ട് കണ്ടെത്തുക എന്നത് വരും സർക്കാരിന് സാങ്കേതികമായി അസാധ്യമായിരിക്കും. കാരണം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് ശേഷി ഇതിനകം തന്നെ അപകടകരമായ നിലയിലാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പൂർണ്ണമായി നിർത്തലാക്കാനുള്ള കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ തീരുമാനം കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. 2026 ഫെബ്രുവരിയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടും സെന്റർ ഫോർ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഡേറ്റയും അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കുള്ള പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ കമ്മി ഗ്രാന്റുകൾ പൂർണ്ണമായും നിർത്തലാക്കി. 15ാം കമ്മീഷൻ കാലയളവിൽ കേരളത്തിന് ഏകദേശം 37,814 കോടി രൂപ ഈ ഇനത്തിൽ ലഭിച്ചിരുന്നു. കേന്ദ്ര നികുതി വിഹിതമായ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള കേരളത്തിന്റെ വിഹിതം 1.925% നിന്ന് 2.382% ചെറിയ തോതിൽ വർദ്ധിപ്പിച്ചുവെങ്കിലും റവന്യൂ കമ്മി ഗ്രാന്റും പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള ഗ്രാന്റുകളും ഇല്ലാതായത് സംസ്ഥാനത്തിന് വൻ തിരിച്ചടിയായി. സംസ്ഥാനങ്ങളെ സാമ്പത്തിക അച്ചടക്കം ശീലിപ്പിക്കാനാണ് ഈ കടുത്ത നടപടിയെന്നാണ് കമ്മീഷന്റെ സാമ്പത്തിക യുക്തി. ഗ്രാന്റുകളിലൂടെ പിടിച്ചു നിന്നിരുന്ന കേരളത്തിന്റെ റവന്യൂ ബജറ്റ് ഇതോടെ പൂർണ്ണമായും തുറന്നുകാട്ടപ്പെട്ടു. വരും വർഷങ്ങളിൽ സ്വന്തം തനത് വരുമാനം വർദ്ധിപ്പിക്കുകയോ ക്ഷേമ പദ്ധതികൾ നിർദ്ദയം വെട്ടിച്ചുരുക്കുകയോ ചെയ്യാതെ സർക്കാരിന് വേറെ വഴിയില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി തുടങ്ങിയ കിഫ്ബി വരും സർക്കാരിന്റെ വരുമാനത്തെ കാർന്നു തിന്നുന്ന കനത്ത തിരിച്ചടവ് ബാധ്യതയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ 2025 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും കിഫ്ബി നിയമവും അനുസരിച്ച് 2026-27 2030-31 ഇടയിൽ 16,516.83 കോടി രൂപയുടെ തിരിച്ചടവ് ബാധ്യതയാണ് കിഫ്ബിക്കുള്ളത്. നിലവിൽ 37,921 കോടി രൂപയാണ് മൊത്തം മാർക്കറ്റ് ബോറോയിങ്. കിഫ്ബിയുടെ തിരിച്ചടവ് സംവിധാനം സംസ്ഥാന സർക്കാരിന്റെ മോട്ടോർ വാഹന നികുതിയുടെ 50%, പെട്രോൾ സെസ്സിന്റെ 100%. 2026-നും 2029 ഇടയിൽ തിരിച്ചടവുകളുടെ ഒരു കുത്തൊഴുക്ക് സംസ്ഥാനത്തിന് നേരിടേണ്ടി വരും. നബാർഡ്, SBI തുടങ്ങിയവയിൽ നിന്നുള്ള വായ്പകൾക്ക് വലിയ തോതിൽ പലിശയും മുതലും നൽകേണ്ടി വരും. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വന്തം നികുതി വരുമാനത്തിന്റെ ഒരു വലിയ പങ്ക് ബജറ്റിന് പുറത്തുള്ള ഈ മുൻകാല വായ്പകൾ അടച്ചു തീർക്കാൻ നിയമപരമായി മാറ്റിവെക്കേണ്ടി വരും. ഇത് ഭാവിയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിനെ ശ്വാസം മുട്ടിക്കും. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി കർശനമായി വെട്ടിച്ചുരുക്കുന്നത് ധനക്കമ്മി നികത്താനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് നിയമപരമായ തടയിടുന്നു. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ രേഖകളെ ഉദ്ധരിച്ച് 2025 മെയ് മാസത്തിൽ ദി ഹിന്ദു പ്രസിദ്ധീകരിച്ച ഡേറ്റ പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തെ ആദ്യ 9 മാസത്തേക്ക് 29,529 കോടി രൂപയുടെ കടമെടുപ്പ് പരിധിയാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. കിഫ്ബിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ നേരിട്ടുള്ള കടമായി കണക്കാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് വായ്പാ പരിധി ഗണ്യമായി കുറയാൻ കാരണം. 19,000-ഓളം കോടി രൂപയാണ് മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ വെട്ടിക്കുറച്ചിട്ടുള്ളത്. ഭരണഘടനാപരമായ കടമെടുപ്പ് പരിധി ഒരു ഇരുമ്പുമറയായി മാറിയിരിക്കുന്നു. വായ്പയെടുത്ത് ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കാമെന്ന രാഷ്ട്രീയ തന്ത്രം ഇനി പ്രായോഗികമല്ല. ദൈനംദിന ചെലവുകൾക്കായി വൻതുക കടമെടുക്കേണ്ടി വരുന്ന അപകടകരമായ അവസ്ഥ കേരളത്തിൽ പൂർവാധികം ശക്തിയോടെ തുടരുകയാണ്. കേരള സംസ്ഥാന ബജറ്റ് 2025-26 രേഖകൾ പ്രകാരം 2025-26 കണക്കാക്കപ്പെട്ട റവന്യൂ കമ്മി GSDP-യുടെ 1.9%, അതായത് 27,125 കോടി രൂപയാണ്.
സംസ്ഥാനമുണ്ടാക്കുന്ന റവന്യൂ വരുമാനം അതിൻ്റെ ദൈനംദിന ചെലവുകൾക്ക് തികയുന്നില്ല എന്നതാണ് റവന്യൂ കമ്മി വ്യക്തമാക്കുന്നത്. മൂലധന നിക്ഷേപത്തിനല്ല, മറിച്ച് ശമ്പളവും പെൻഷനും പലിശയും നൽകാനാണ് ഈ 27,125 കോടി രൂപ കടമെടുക്കുന്നത്. ഇത് ധനശാസ്ത്രപരമായി ഒട്ടും സുസ്ഥിരമല്ലാത്ത ഒരു മാതൃകയാണ്. പുതിയ പ്രകടന പത്രികകൾ വാഗ്ദാനം ചെയ്യുന്ന ഓരോ രൂപയുടെ സൗജന്യവും ഈ റവന്യൂ കമ്മിയെ കൂടുതൽ രൂക്ഷമാക്കുകയും സമ്പദ് വ്യവസ്ഥയെ കടക്കണിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ രാഷ്ട്രീയ വിജയത്തിന് അത്യന്താപേക്ഷിതമാണെങ്കിലും നിലവിലെ സാമ്പത്തിക ചുറ്റുപാടിൽ നിലനിർത്താൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെയും KSSPLന്റെയും ഔദ്യോഗിക രേഖകൾ പ്രകാരം 60 ലക്ഷത്തോളം പേർക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നത്. പ്രതിവർഷം 10,000-ഓളം കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ ഇതിനായി വേണ്ടിവരുന്നത്. ഈ ബാധ്യത നിറവേറ്റാൻ KSSPL വഴി സർക്കാർ ബജറ്റിന് പുറത്ത് വായ്പ എടുത്തിരുന്നു. എന്നാൽ കേന്ദ്രം ഇത് FRBM പരിധിയിൽ ഉൾപ്പെടുത്തിയതോടെ പെൻഷൻ വിതരണം സർക്കാരിന്റെ പണലഭ്യതയെ ആശ്രയിച്ചായി. ഒരു മാസം കുടിശ്ശിക വരുത്തുന്നത് പോലും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 2026 തിരഞ്ഞെടുപ്പിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് ഏതെങ്കിലും പാർട്ടി വാഗ്ദാനം ചെയ്താൽ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന വ്യക്തമായ ഗണിതശാസ്ത്രം കൂടി വിശദീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അമേരിക്കൻ താരിഫ് പോളിസികളും ആഗോള സാമ്പത്തിക മാറ്റങ്ങളും കേരളത്തിന്റെ കയറ്റുമതി മേഖലയെയും അതുവഴി സംസ്ഥാന വരുമാനത്തെയും നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നു. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് വിലയിരുത്തലുകളും കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പുതിയ US താരിഫ് നയങ്ങൾ കാരണം ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നീ പ്രധാന കയറ്റുമതികൾക്ക് കനത്ത തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് എന്നാണ്. കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെയും വിദേശ നാണയ വിനിമയത്തിന്റെയും നട്ടെല്ലാണ് സമുദ്രോൽപ്പന്നങ്ങളുടെയും തോട്ടവിളകളുടെയും കയറ്റുമതി. താരിഫ് വർധനവ് കാരണം ഈ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ, യൂറോപ്യൻ വിപണികളിൽ വില മത്സരക്ഷമത നഷ്ടപ്പെടും. ഇത് കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും കടുത്ത പ്രതിസന്ധിയിലാക്കും. ആഭ്യന്തര സാമ്പത്തിക നയങ്ങൾ മാത്രമല്ല, വാഷിംഗ്ടണിലെ വിദേശ നയ തീരുമാനങ്ങളും കേരളത്തിലെ അടുത്ത സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയെ നിശ്ചയിക്കുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനുമായി ചിലവാകുന്ന ഘടനാപരമായ അസന്തുലിതാവസ്ഥ തുടരുന്നു. 2025-26 സംസ്ഥാന ബജറ്റ് രേഖകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ ചെലവിന്റെ 60%-ലധികം ശമ്പളം, പെൻഷൻ, പലിശ എന്നിവ അടങ്ങുന്ന പ്രതിബദ്ധതാ ചെലവുകൾക്കായാണ് നീക്കിവച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ കേവലം 3%-ഓളം വരുന്ന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായാണ് നികുതി വരുമാനത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത്. പുതിയ നിയമനങ്ങൾ നടത്തുന്നതിനോ വരാനിരിക്കുന്ന ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനോ ഉള്ള സാമ്പത്തിക ഇടം സത്യത്തിൽ സർക്കാരിനില്ല. 11ാം ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട സമയമാകുമ്പോൾ ഇനി വരുന്ന ഭരണകൂടത്തിന് സർക്കാർ ജീവനക്കാരെ പ്രീണിപ്പിക്കാൻ ശമ്പള വർധനവെന്ന സ്ഥിരം ആയുധം പ്രയോഗിക്കുന്നത് സംസ്ഥാനത്തിന് സാമ്പത്തിക ആത്മഹത്യയായിരിക്കും. കേരളത്തിലെ ജനസംഖ്യാപരമായ മാറ്റം ആരോഗ്യ, സാമൂഹിക മേഖലകളിൽ വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. കേരള സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പ്രായമായവരുടെ അനുപാതം ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഇത് വരും ദശാബ്ദത്തിൽ ജനസംഖ്യയുടെ 20%-ന് മുകളിലെത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ യുവജനങ്ങളുടെ അധ്വാനശേഷി ഉപയോഗപ്പെടുത്തി വ്യാവസായിക വളർച്ച നേടുമ്പോൾ കേരളം വയോജന സംരക്ഷണത്തിനും ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയ്ക്കുമായി വലിയ തുക ചിലവാക്കേണ്ടി വരുന്നു. പാലിയേറ്റീവ് കെയർ, വയോജന പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയ്ക്കുള്ള ബജറ്റ് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വരും സർക്കാരുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്ന് ആരോഗ്യ, സാമൂഹിക സുരക്ഷാ മേഖലകളിലേക്ക് കൂടുതൽ ഫണ്ട് വകയിരുത്താൻ നിർബന്ധിതരാകും. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വൻകിട വികസന പദ്ധതികളെ പൂർണ്ണമായും മന്ദഗതിയിലാക്കും. ശക്തമായ ഒരു ഉപഭോഗ സംസ്ഥാനമായിട്ടും കേരളത്തിന് GST വഴി പ്രതീക്ഷിച്ച വരുമാന വളർച്ച നേടാനായിട്ടില്ല. GST കൗൺസിലിന്റെ വാർഷിക കണക്കുകളുടെയും CAG റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ തനതു നികുതി വരുമാന വളർച്ച ദേശീയ ശരാശരിയേക്കാൾ പതുക്കെയാണ്. നഷ്ടപരിഹാര കാലയളവ് അവസാനിച്ചതോടെ ഈ കുറവ് പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. ഉയർന്ന ഉപഭോഗമുണ്ടായിട്ടും സേവന മേഖലയിൽ നിന്നുള്ള നികുതി പിരിവ് ഊർജിതമാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. സ്വർണം, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളിലെ നികുതി ചോർച്ച തടയുന്നതിലും ഡേറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ച് നികുതി വില വികസിപ്പിക്കുന്നതിലും അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണ വിജയമായിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുതിയ ഫണ്ട് കണ്ടെത്താൻ 2026 സർക്കാരിന് മുന്നിലുള്ള ഏക ആശ്രയം നിലവിലെ നികുതി ചോർച്ച തടയുക എന്നത് മാത്രമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണമൊഴുക്കിലുള്ള വ്യതിയാനം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉപഭോക്തയെയും നികുതി വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. ലോകബാങ്കിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രവാസി പണമൊഴുക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നുണ്ടെങ്കിലും ഗൾഫ് നാടുകളിലെ സ്വദേശിവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനത്തിലെ മാറ്റങ്ങളും കേരളത്തിലേക്ക് വരുന്ന പണത്തിന്റെ തോതിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ ബാങ്കിംഗ് മേഖലയും റിയൽ എസ്റ്റേറ്റും വിപണിയും ഗണ്യമായി ആശ്രയിക്കുന്നത് NRI വരുമാനത്തെയാണ്. പശ്ചിമേഷ്യയിലെ മാറ്റങ്ങളും പുതിയ തലമുറ പ്രവാസികൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതും കേരളത്തിന്റെ പണലഭ്യതയെ വീണ്ടും കുറയ്ക്കുന്നു. പ്രവാസി വരുമാനത്തിൽ കുറവുണ്ടായാൽ അത് സംസ്ഥാനത്തെ ഉപഭോക്തയെയും അതുവഴി സർക്കാരിന്റെ GST കളക്ഷനെയും നേരിട്ട് തളർത്തും. ഈ ബാഹ്യ ഷോക്ക് ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിലെ ബജറ്റിനില്ല.
കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ തോട്ടവിള മേഖലയെ തകർക്കുകയും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും പ്ലാന്റേഷൻ കോർപ്പറേഷൻ റിപ്പോർട്ടുകളും പ്രകാരം അപ്രവചനീയമായ മഴയും ഉയർന്ന താപനിലയും റബ്ബർ, ഏലം, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുടെ ഉൽപ്പാദനത്തെ വൻതോതിൽ കുറച്ചിരിക്കുന്നു. തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ കാരണം സർക്കാർ ഫണ്ടുകൾ അടിസ്ഥാന വികസനത്തിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് വകമാറ്റേണ്ടിയും വരുന്നു. കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് നെഗറ്റീവ് ട്രെൻഡിലാണ്. ഇത് ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നു. ഓരോ തവണ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴും സംസ്ഥാനം കേന്ദ്രത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടുകളെയാണ് ആശ്രയിക്കുന്നത്. 16ാം കമ്മീഷൻ ഇതിലെ വിഹിതത്തിലും മാറ്റങ്ങൾ വരുത്തിയത് കേരളത്തിന്റെ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. ഭീമമായ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിന് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയായും തുടരുന്നുണ്ട്. CAG റിപ്പോർട്ടുകൾ പ്രകാരം KSRTC, KSEB, വാട്ടർ അതോറിറ്റി തുടങ്ങിയ പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 10,000 കോടികളാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാർ നിരന്തരം ഗ്യാരണ്ടികളും ബജറ്റ് സഹായവും നൽകേണ്ടി വരുന്നു. ഭരണപരമായ പിടിപ്പുകേടും ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിലെ കാലതാമസവുമാണ് ഈ സ്ഥാപനങ്ങളെ വെള്ളാനകളാക്കി മാറ്റുന്നത്. ഈ തുക സർക്കാരിന്റെ ധനക്കമ്മി വർദ്ധിപ്പിക്കുന്നു. ജനപ്രിയ നയങ്ങളുടെ പേരിൽ ഈ ബാധ്യതകൾ അനന്തമായി ഏറ്റെടുക്കാൻ വരും സർക്കാരിനും കഴിയില്ല. എന്നാൽ ഇവ സ്വകാര്യവൽക്കരിക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യുന്നത് കടുത്ത രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. സാമ്പത്തിക ഫെഡറലിസത്തെക്കുറിച്ചുള്ള കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ കേരളത്തിന്റെ വികസനത്തെയും സാമ്പത്തിക പ്ലാനിങ്ങിനെയും നിയമക്കുരുക്കിലാക്കിയിരിക്കുന്നു. സുപ്രീം കോടതിയിലെ കേരളത്തിന്റെ ഹർജികളും കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലവും വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരമാധികാരവും കേന്ദ്രത്തിന്റെ മാക്രോ എക്കോണമിക് നിയന്ത്രണവും തമ്മിലുള്ള പോരാട്ടം അതിന്റെ പാരമ്യത്തിലാണെന്നാണ്. വായ്പാ പരിധി വെട്ടിക്കുറച്ചതും ട്രഷറി നിയന്ത്രണങ്ങളും ചൂണ്ടിക്കാട്ടി കേരളം കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും ഭരണഘടനാപരമായ അനുച്ഛേദം 293 പ്രകാരം കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിന്മേൽ കർശന നിയന്ത്രണാധികാരമുണ്ടെന്ന് കോടതിയിൽ വാദിക്കപ്പെടുന്നു. കേന്ദ്ര തീരുമാനങ്ങൾ സംസ്ഥാന ബജറ്റുകളെ അപ്രസക്തമാക്കുന്നു. ഇത് കേവലം ഒരു രാഷ്ട്രീയ തർക്കമല്ല, ഇന്ത്യയിലെ സാമ്പത്തിക അധികാര വിഭജനത്തെ സംബന്ധിച്ച സുപ്രധാന ഭരണഘടനാ പ്രശ്നമാണ്. ഏത് മുന്നണി ജയിച്ചാലും 2026 പുതിയ സർക്കാരിന് കേന്ദ്രവുമായുള്ള ഈ നിയമയുദ്ധവും സാമ്പത്തിക വിലപേശലും വീണ്ടും തുടരേണ്ടി വരും. 2026 തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുമായി വിദൂര ബന്ധം പോലും ഇല്ലാത്തതാണ് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക സംസ്ഥാന സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വകയിരുത്തുന്ന തുകയേക്കാൾ ഗണ്യമായ തുക പ്രതിബദ്ധതാ ചെലവുകൾക്കും ക്ഷേമ പദ്ധതികൾക്കുമായി ചെലവാക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം മുൻപന്തിയിലാണ്. LDF, UDF, NDA ഈ 3 മുന്നണികൾക്കും സംസ്ഥാനത്തെ യഥാർത്ഥ സാമ്പത്തിക കണക്കുകൾ കൃത്യമായിട്ട് അറിയാം. എന്നാൽ വോട്ട് ബാങ്ക് നിലനിർത്താൻ സാമ്പത്തികമായി പ്രായോഗികമല്ലാത്ത ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. 4.8 ലക്ഷം കോടി രൂപ കടവും കിഫ്ബിയുടെ തിരിച്ചടവും കമ്മീഷൻ ഗ്രാന്റ് വെട്ടിക്കുറയ്ക്കലും ഈ ഗ്യാരണ്ടികളെല്ലാം വെറും കടലാസ് പുലികളാണെന്ന് തെളിയിക്കുന്നു. തിരഞ്ഞെടുപ്പ് ജയിക്കുന്ന പാർട്ടിക്കല്ല, മറിച്ച് തകർന്നടിയുന്ന സാമ്പത്തിക ഭാരം നികുതികളിലൂടെയും വിലക്കയറ്റത്തിലൂടെയും ചുമക്കേണ്ടി വരുന്ന ഒരു സാധാരണ പൗരനാണ് 2026 യഥാർത്ഥ തോൽവി നേരിടുന്നത്. സുസ്ഥിരമായ വികസനം വേണോ അതോ ഭാവിയെ പണയം വെച്ചുള്ള ദൈനംദിന നിലനിൽപ്പ് വേണോ എന്ന കഠിനമായ ഗണിതശാസ്ത്ര പ്രശ്നമാണ് കേരളത്തിന് മുന്നിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.